കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കുക. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കൽ. ഇത് നമ്മൾ ചിക്കൻ ലോലിപോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്ത ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു മുട്ടയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം ഇടാൻ മറന്നു പോയിരുന്നു. നമ്മൾ ചതച്ച വെളുത്തുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളീൻ്റെ. അപ്പോൾ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതവിടെ മൂടി വെക്കാം. അതവിടെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. അത് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്യാനും ഒരേ ഷേപ്പിൽ കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ചെറുതാകുമ്പം കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ഒരേ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ഈ കട്ട് ചെയ്യുന്ന മെഷീനൊക്കെ ഇപ്പം ഉണ്ട്. അതൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇതാ ഒരേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം ഇങ്ങനെ തടിയിൽ തന്നെ അരി കേട്ടോ, നേർഗൻ അരിയാണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടും. പിന്നെ ഷേപ്പ് പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ തന്നെയല്ലേ തിന്നുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇനി അരിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെക്കാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗാർലിക് സോസ് ഉണ്ടാക്കിയെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഉപ്പ്, പഞ്ചസാര, പാല് നല്ലപോലെ അടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതവിടെ മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്, അത് ഓഫാക്കിയിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളയുക. എന്നിട്ട് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ചൂടോടെ തന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും കോൺഫ്ലവറും ഒരുപോലെ എടുക്കുക. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. ഇതിലാണ് നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യുന്നത്. ഉപ്പും കുരുമുളകൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇല്ലാപ്പത്തേക്കും ഒന്ന് സെറ്റായി ഉണ്ടാവും. അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നത് അതിലും ഒന്നുകൂടി ടേസ്റ്റാണെന്ന് തോന്നും കേട്ടോ. ഇങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചിക്കൻ ലോലിപോപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാം ഒരുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതും അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചീസിൻ്റെ സോസും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഇനി ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ എളുപ്പമായി കിട്ടും. അപ്പോൾ നമുക്ക് ചീസ് സോസിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. കട്ടല്ലാണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ മൈദ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിമും അവിടെ ഓഫാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചിട്ട് ആകെ ഇടങ്ങാറായി പോകും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഗാർലിക് സോസില്ലേ, അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കട്ട അല്ലാണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ക്രീമി പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഒരു ചീസിൻ്റെ സ്പ്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഇട്ടയും പാടി ഇളക്കി കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി കിട്ടും. ഇതായാലും നമുക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഫ്രഞ്ച് ഫ്രൈസ് കോരിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യുക, ചിക്കൻ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതും ഒരു 2 മിനിറ്റിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യുക. എന്താ വെച്ചാൽ ഉള്ളു വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളൊക്കെ നല്ല വെന്ത് കഴിഞ്ഞാൽ മാത്രം കോരിയെടുക്കുക. ഇതാവുമ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇത് കോരിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലതാണിത്. നല്ല ടേസ്റ്റുമാണ്. രണ്ടും കൂടി ആ പൊട്ടാറ്റോയും അതുപോലെ ഈ ചിക്കനൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് എന്താ, ഇത് സെറ്റാക്കൽ പരിപാടിയിലേക്ക് പോവാം. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ചീസും പിന്നെ മയോണീസും എല്ലാം കൂടിയുള്ള ആ ഒരു സ്പ്രെഡില്ലേ, അതും കൂടി വയ്ക്കുക. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ നമ്മൾ ഉള്ളിയും തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ലെയർ വേണ്ടേ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം.
ഞാനിവിടെ 2 ലെയറായിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചീസും ബട്ടറൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.